എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പുതിയ വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 43 വാക്കുകൾ. ശരിക്കും പറഞ്ഞാൽ 40 വാക്കിൽ നിർത്താൻ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളും കൂടെ ചേർത്തതുകൊണ്ടാണ് അത് 43 ആയിപ്പോയത്. നമ്മളൊരു ഇംഗ്ലീഷ് പ്രോഗ്രാം കാണുമ്പോഴോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊരു നോവലോ ആർട്ടിക്കിളോ ഒക്കെ വായിക്കുമ്പോഴോ ഒക്കെ അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെയുള്ള വേർഡ്സ് അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രയോജനപ്പെടും. ഒരു യാത്രയ്ക്ക് പോകുന്ന പോലെയാണ് നമ്മളിത് കാണാൻ പോകുന്നത് കേട്ടോ. പ്രത്യേകിച്ചും ടെസ്റ്റുകളൊക്കെ കൊടുക്കുന്ന സ്റ്റുഡൻസിനും ഇത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടും പ്രയോജനപ്പെടും. അപ്പോൾ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിൽ ക്ലിക്ക് ചെയ്ത് അതെന്നെ അറിയിക്കുമല്ലോ. നമ്മുടെ നാട്ടിൽ ഒരുപാട് അതിഥി തൊഴിലാളികളുണ്ടല്ലേ. ശരിക്കും അവരെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണെന്നറിയാമോ? മൈഗ്രൻ്റ് വർക്കേഴ്സ് എന്നാണ്. മൈഗ്രൻ്റ് വർക്കേഴ്സ്. ഇങ്ങനെ തൊഴിലന്വേഷിച്ചും നല്ല ജീവിത സാഹചര്യം തേടിയുമൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നവരെയാണ് മൈഗ്രൻസ് എന്ന് പറയുന്നത്. അതായത് a person who moves from one place to another, especially in order to find work or better living condition. Migrant. ഇനി മറക്കത്തില്ലല്ലോ. മറ്റൊരു ദേശത്തു നിന്നും ഇങ്ങോട്ട് വന്ന് താമസിക്കുകയാണെങ്കിൽ ഇമിഗ്രൻ്റ് എന്ന് പറയും. A person who comes to live permanently in a foreign country. Immigrant. എന്നാൽ ഇവിടുന്ന് പുറത്തേക്ക് പോയി താമസിക്കുകയാണെങ്കിൽ എമിഗ്രൻ്റ് എന്ന് പറയും. അതായത് a person who leaves their own country in order to settle permanently in another country. Immigrant. അപ്പോൾ migrant workers, migrant, immigrant, emigrant. മനസ്സിലായല്ലോ? ഇമിഗ്രൻ്റ് ഇങ്ങോട്ട് വരുന്നവർ. എമിഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നവരെയാണ്. ഇങ്ങനെ ഓർത്താൽ മതി. ഇനി മറ്റു ചിലരുണ്ട്, കുറച്ചുനാൾ ഇവിടെ കുറച്ചുനാൾ മറ്റൊരിടത്ത്, ഇങ്ങനെ മാറി മാറി പല സ്ഥലത്തായിട്ട് ട്രാവൽ ചെയ്യുകയും താമസിക്കുകയൊക്കെ ചെയ്യും. ഇവരെ നമുക്ക് പറയാം ഇറ്റിനറൻറ്റ്. ഇറ്റിനറൻറ്റ്. എ പേഴ്സൺ ഹു ട്രാവൽസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഇറ്റിനറൻറ്റ്. ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സ് ഒക്കെ ഉണ്ട്. ചില സീസണിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തായിരിക്കും, ആ സീസൺ കഴിയുമ്പം വേറൊരു സ്ഥലത്തായിരിക്കും അവർ പോയി താമസിക്കുന്നത്. ഇങ്ങനെ പല പല സ്ഥലത്ത് താമസിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാക്ക് നിങ്ങൾക്കറിയാമോ? ഐറ്റിനററി എന്നാ പറയുന്നത്. പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിച്ചോ? ഐറ്റിനററി എന്ന് പറഞ്ഞാൽ എ പ്ലാൻഡ് റൂട്ട് ഓഫ് ഓർ ജേർണി. അതായത് യാത്രയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് പ്ലാൻ ആണ് ഐറ്റിനററി. ഇന്ന തീയതിയിൽ ഇത്ര മണിക്ക് ഇന്നടത്തെത്തും, അവിടെ എത്ര സമയം ഹോൾട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകും, അങ്ങനെയൊക്കെ പറയുന്നതിനാണ്. പ്രത്യേകിച്ചും ട്രാവൽ ഏജൻസ് ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണിത്. ചിലപ്പോൾ യാത്ര കടലിലൂടെ ആയിരിക്കും. അപ്പോൾ സമുദ്രയാത്രയ്ക്ക് എന്താ പറയുക? വോയേജ്. എ ലോങ് ജേർണി ഇൻവോൾവിങ് ട്രാവൽ ബൈ സീ ഓർ ഇൻ സ്പേസ്. വോയേജ്. നമ്മളിവിടെ കണ്ടതുപോലെ കടൽ കൂടാതെ ബഹിരാകാശ യാത്രയ്ക്കും വോയേജ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇറ്റിനറൻറ്റ്, ഐറ്റിനററി, വോയേജ് ഇവ മനസ്സിലായല്ലോ. ചില യാത്രയ്ക്കിടയിൽ ചില പുതിയ പ്രദേശത്തെത്തും. അവിടെ താമസിക്കുന്നതിൽ ഒരുപാട് പേരും സെന്റിനേറിയൻസ് ആയിരിക്കും. ആരാ സെന്റിനേറിയൻസ്? എ പേഴ്സൺ ഹു ഈസ് 100 or more years old. 100 അതിൽ കൂടുതലോ വയസ്സുള്ളവരാണ് സെന്റിനേറിയൻ. അപ്പോൾ 70 വയസ്സുള്ള ആളാണെങ്കിൽ സെപ്റ്റുവജനേറിയൻ എന്നാണ് പറയുന്നത്. 70 മുതൽ 79 വരെ ഉള്ള വയസ്സ് സെപ്റ്റുവജനേറിയൻ. സപ്തതി എന്ന് ഓർത്താൽ മതി. ഇനി 80 മുതൽ 89 വയസ്സ് വരെയുള്ള ആളാണെങ്കിൽ ഒക്ടോജനേറിയൻ. ഒക്ടോജനേറിയൻ. എൻ്റെ അമ്മയ്ക്കിപ്പം 84 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ മൈ മദർ ഈസ് ആൻ ഒക്ടോജനേറിയൻ. 90 മുതൽ 99 വയസ്സുള്ളവരാണെങ്കിലോ നൊനജനേറിയൻ എന്നാണ് പറയുന്നത്. നൊനജനേറിയൻ. അപ്പോൾ സെന്റിനേറിയൻ, സെപ്റ്റുവജനേറിയൻ, ഒക്ടോജനേറിയൻ, നൊനജനേറിയൻ ഇവരൊക്കെ ആരെന്ന് മനസ്സിലായല്ലോ. പിന്നെ ആളുകളുടെ ജീവിത രീതിയിലും വളരെ വ്യത്യാസമില്ലേ. ചിലർ സെലിബസി പിന്തുടരാറുണ്ട്.
സെലിബസി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്റ്റേറ്റ് ഓഫ് അബ്സ്റ്റൈനിങ് ഫ്രം മാരേജ്. കല്യാണം ഒന്നും കഴിക്കാതെ പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുന്നതിനാണ് സെലിബസി എന്ന് പറയുന്നത്. സെലിബസി. ഇനി വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ ആണെങ്കിൽ എന്ത് പറയും? സ്പിൻസ്റ്റർ. സ്പിൻസ്റ്റർ. ആൻ അൺമാരീഡ് വുമൻ. സ്പിൻസ്റ്റർ. അപ്പോൾ അൺമാരീഡ് മാൻ ആണെങ്കിലോ? ബാച്ചിലർ. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സെലിബസി, സ്പിൻസ്റ്റർ, ബാച്ചിലർ ഒക്കെ മനസ്സിലായല്ലോ. ഇനി രണ്ടുപേര് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്നിരിക്കട്ടെ, ബാബുവും ബീനയും. എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബാബു ബീനയുടെ ഫിയോൺസിയാണ്, ബീന ബാബുവിൻ്റെ ഫിയോൺസിയാണ്. പക്ഷേ ഇത് രണ്ടും പറയുമ്പോൾ സ്പെല്ലിങ്ങിൻ്റെ വ്യത്യാസം കണ്ടോ? പ്രൊനൗൺസിയേഷൻ ഒന്നാണ്, പക്ഷേ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ആഫ്റ്റർ മാരേജ് ബാബു ഇസ് സ്പൗസ് ഓഫ് ബീന ആൻഡ് ബീന ഇസ് സ്പൗസ് ഓഫ് ബാബു. അപ്പോൾ ഭാര്യയായാലും ഭർത്താവായാലും നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് എന്താ പറയുക? സ്പൗസ്, വിവാഹ പങ്കാളി. അപ്പോൾ ഫിയോൻസെ, സ്പൗസ്, ഇത് രണ്ടും മനസ്സിലായല്ലോ. വിവാഹ ജീവിതവും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള ജീവിതമാണെങ്കിൽ അതിന് മൊനോഗമി എന്നാണ് പറയുന്നത്. ദ പ്രാക്ടീസ് ഓഫ് ബീയിങ് മാരീഡ് ടു വൺ പേഴ്സൺ അറ്റ് എ ടൈം. മൊനോഗമി. എപ്പോഴും MONO, മോനോ എന്ന് പറഞ്ഞാൽ വൺ ആണ്. GAMY, ഗമി എന്നൊക്കെ പറയുന്നതിൽ നിന്നും ഒരു ക്ലൂ നമുക്ക് മനസ്സിലാക്കാം ലേഡീസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന്. അപ്പോൾ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ മൊനോഗമി. അപ്പോൾ പല ഭാര്യ ഉണ്ടെങ്കിലോ? പൊലിഗമി. POLY, പോളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നിലധികം എന്നാണ്. അപ്പോൾ ദ കസ്റ്റം ഓഫ് ഹാവിങ് മോർ ദാൻ വൺ വൈഫ് അറ്റ് ദ സെയിം ടൈം ഇസ് പോളിഗമി. ഇനി ഒരേ സമയത്ത് രണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ, അപ്പോൾ പൊലിഗമിയിൽ തന്നെ രണ്ട് ഭാര്യ ആണെങ്കിൽ ബൈഗമി. ബൈഗമി എന്നും പറയും, ബിഗമി എന്നും പറയും. BI എന്ന് കണ്ടാൽ രണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ അത് ബിഗമിയാണ്. എന്നാൽ BIക്ക് പകരം DI വന്നാൽ എങ്ങനെയാണ്? ഡിഗമിയായി അല്ലേ? മീനിങ് എന്താണെന്നറിയാമോ? ആദ്യത്തെ വിവാഹം അവസാനിച്ചതിന് ശേഷം രണ്ടാമത്തെ വിവാഹം കഴിക്കത്തില്ലേ, അതാണ് ഡിഗമി. അപ്പോൾ നമ്മൾ മൊനോഗമി, പൊളിഗമി, ബിഗമി, ഡിഗമി ഒക്കെ കണ്ടു. ഡിഗമി എപ്പോഴാകുന്നത്? ആദ്യത്തെ വിവാഹിന മരിച്ചു പോകുന്നുണ്ടാവാം ഒരുപക്ഷെ, അല്ലെങ്കിൽ ഡിവോഴ്സ് കൊണ്ടാവാം. അപ്പോൾ ഭർത്താവ് മരിച്ച സ്ത്രീയെ എന്താ പറയുക? വിഡോ. അതെല്ലാവർക്കും അറിയാം. എന്നാൽ ഭാര്യ മരിച്ച പുരുഷൻ എന്താ പറയുക? വിഡോവ്. വിഡോവ്. എ മാൻ ഹു ഹാസ് ലോസ്റ്റ് ഹിസ് സ്പൗസ് ബൈ ഡെത്ത് ആൻഡ് ഹാസ് നോട്ട് മാരീഡ് അഗെയിൻ. വിഡോവ്. എന്നാൽ ഡിവോഴ്സ് കഴിഞ്ഞ ആളിനെ എന്താ പറയുക? ഡിവോഴ്സി. പുരുഷനായാലും സ്ത്രീ ആയാലും ഡിവോഴ്സി. ഡിവോഴ്സ് ചെയ്യുമ്പം സ്പൗസിന് ചെലവിന് വേണ്ടി കൊടുക്കുന്ന ഫൈനാൻഷ്യൽ സപ്പോർട്ടിന് എന്താ പറയുന്നത്? അലിമനി. അലിമനി. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടു വിഡോ, വിഡോവ്, ഡിവോഴ്സി, അലിമനി. എന്നാൽ ചിലരുണ്ടല്ലോ മിസോജിനിസ്റ്റുകളാണ്. മിസോജിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഡിസ്ലൈക്സ് വിമൻ. മിസോജിനിസ്റ്റ്, സ്ത്രീ വിരോധി. ഈ മിസോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ മിസോളജിസ്റ്റ് ആരായിരിക്കും? എ പേഴ്സൺ ഹൂ ഹേറ്റ്സ് റീസണിങ്, അതായത് ലോജിക്കായിട്ട് എന്ന് പറഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. മിസോളജിസ്റ്റ്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് മിസെൻത്രോപ്പ്. ആന്ത്രോപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യജാതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണ്. അപ്പോൾ ഒരു മിസാന്ത്രോപ്പ് ആരാണ്? എ പേഴ്സൺ ഹൂ ഡിസ്ലൈക്സ് ഹ്യൂമൻ കൈൻഡ്. മനുഷ്യരെ ഇഷ്ടപ്പെടാത്തവരാണ് മിസാന്ത്രോപ്പ്. അപ്പോൾ മിസോജിനിസ്റ്റ്, മിസോളജിസ്റ്റ്, മിസാന്ത്രോപ്പ്, ഇത്രയും മനസ്സിലായല്ലോ. എന്നാൽ എത്രയോ മനുഷ്യ സ്നേഹികളുണ്ട് അല്ലേ? അപ്പോൾ മനുഷ്യ സ്നേഹത്തിനാണ് ഫെലൻത്രോപ്പ് എന്ന് പറയുന്നത്. മിസെൻത്രോപ്പിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഗുണമുള്ളവരാ അല്ലേ?
അപ്പോൾ ഫിലന്ത്രോപ്പിസ്റ്റുകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചാരിറ്റി ആയിട്ടൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യും. അപ്പോൾ എ പേഴ്സൺ ഹൂ സീക്സ് ടു പ്രൊമോട്ട് വെൽഫെയർ ഓഫ് അതേഴ്സ് ആരാണ്? ഫിലന്ത്രോപ്പിസ്റ്റ്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് ഫിലന്ത്രോപ്പിസ്റ്റ്. ഫിലന്ത്രോപ്പിസ്റ്റുകളുടെ ഒരു ഗുണമാണ് അവർ ഒപ്റ്റിമിസ്റ്റ് ആയിരിക്കും. ശുഭാപ്തി വിശ്വാസം ഉള്ളതാണ്. നല്ലത് സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ഒപ്റ്റിമിസ്റ്റ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പെസിമിസ്റ്റുകൾ. എ പേഴ്സൺ ഹൂ ടെൻസ് ടു സീ ദ വേഴ്സ്റ്റ് ആസ്പെക്ട് ഓഫ് തിങ്സ്. പെസിമിസ്റ്റ് എന്തിൻ്റെയും മോശം വശമേ കാണുള്ളൂ. അപ്പോൾ ഫിലന്ത്രോപ്പിസ്റ്റ്, ഒപ്റ്റിമിസ്റ്റ്, പെസിമിസ്റ്റ്, മനസ്സിലായല്ലോ? പെസിമിസ്റ്റ് ആണെങ്കിൽ ഇൻസോംനിയയ്ക്ക് സാധ്യത കൂടും. ഇൻസോംനിയ എന്താണ്? ഹാബിച്വൽ സ്ലീപ്ലെസ്നെസ്, തുടർച്ചയായിട്ടുള്ള ഉറക്കമില്ലായ്മയാണ് ഇൻസോംനിയ. സോംന എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം അത് ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന്. അപ്പോൾ ഇൻസോംനിയ പോലെ തന്നെ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രോബ്ലമാണ് സൊംനാംബ്യുലിസം, സ്ലീപ്പ് വാക്കിംഗ്. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കും. ഏതോ ഒരു സിനിമയിലുണ്ടല്ലേ സൊംനാംബ്യുലിസത്തെ പറ്റി. എന്നാൽ ചിലരുടെ പ്രോബ്ലം സൊംനാംബ്യുലിസം അല്ല, അവർ സൊംനിലോക്വിസ്റ്റുകളാണ്. അതായത് വൺ ഹൂ ടോക്സ് ഇൻ ഹിസ് സ്ലീപ്പ്. സൊംനിലോക്വിസ്റ്റ് ഉറക്കത്തിൽ സംസാരിക്കുന്നവരാണ്. ചിലരുണ്ടല്ലോ ഉറക്കത്തിൽ ഭയങ്കര പ്രസംഗമൊക്കെ നടത്തിക്കളയും. അപ്പോൾ ഇൻസോംനിയ, സൊംനാംബ്യുലിസം, സൊംനിലോക്വിസ്റ്റ് ഒക്കെ മനസ്സിലായല്ലോ. പലപ്പോഴും ഉറക്കത്തിന്റെ പ്രശ്നമുള്ളവരോട് ഡോക്ടേഴ്സ് പറയാറുണ്ട് പ്രകൃതിയുമായിട്ട് കുറച്ചുകൂടെ അടുത്ത് ഇടപഴകണമെന്ന്. ചിലർ സൂവിലൊക്കെ പോകും അല്ലേ? സൂ അറിയാമല്ലോ, മൃഗശാല. എന്നാൽ ചില സൂവിലൊക്കെ ഏവിയറി ഉണ്ടാവും. എന്താ ഏവിയറി? എ ലാർജ് കേജ് ബിൽഡിംഗ് ഓർ എൻക്ലോഷർ ഫോർ കീപ്പിംഗ് ബേർഡ്സ് ഇൻ. പക്ഷികളെ വളർത്തി സംരക്ഷിക്കാനുള്ള വലിയ കേജ് അല്ലെങ്കിൽ ബിൽഡിങ്സിനൊക്കെയാണ് ഏവിയറി എന്ന് പറയുന്നത്. പക്ഷികളുടേത് ഏവിയറി ആണെങ്കിൽ മത്സ്യങ്ങൾക്കോ അക്വേറിയം ഉണ്ട്. വലിയ ടാങ്കുകളോ അല്ലെങ്കിൽ കണ്ണാടി ടാങ്കുകൾക്കകത്തൊക്കെ മത്സ്യങ്ങളെ വളർത്താറില്ലേ? അക്വേറിയം. അക്വ എന്നുള്ള വാക്ക് കേട്ടാൽ നമുക്ക് മനസ്സിലാകും അത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്ന്. അപ്പോൾ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ എന്താ പറയുക? അക്വാറ്റിക് ആനിമൽസ്. ചെടികളാണെങ്കിൽ അക്വാറ്റിക് പ്ലാന്റ്സ് എന്നും പറയാം. എന്നാൽ കരയിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് എന്താ പറയുന്നത്? ടെറസ്ട്രിയൽ ആനിമൽസ്. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു എർത്ത്. എന്നാൽ ചില ജീവികൾ വെള്ളത്തിലും ജീവിക്കും കരയിലും ജീവിക്കും. അങ്ങനെയുള്ള ജീവികൾക്കാണ് ആംഫിബിയൻസ് എന്ന് പറയുന്നത്. ഫ്രോഗ്സ് ആൻഡ് ടേർട്ടിൽസ് ആർ ആംഫിബിയൻസ്. തവളയും ആമയും ആംഫിബിയൻസ് ആണ്. ആമയ്ക്കാണ് ഇവിടെ ടേർട്ടിൽ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഏവിയറി, അക്വേറിയം, അക്വാറ്റിക്, ടെറസ്ട്രിയൽ, ആംഫിബിയൻസ് ഒക്കെ മനസ്സിലായല്ലോ. ഇത്രയൊക്കെ സഞ്ചരിച്ച് സ്ഥലങ്ങൾ കാണുന്ന ഒരാളാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഒരു ഓട്ടോബയോഗ്രഫി എഴുതണം അല്ലേ? എന്താ ഓട്ടോബയോഗ്രഫി? ആത്മകഥ. തൻ്റെ ജീവചരിത്രം സ്വയം എഴുതുകയാണെങ്കിൽ ഓട്ടോബയോഗ്രഫിയാണ്. An account of a person's life written by that person. എന്നാൽ മറ്റൊരാളാണ് അത് എഴുതുന്നതെങ്കിൽ അത് ബയോഗ്രഫിയാണ്. An account of someone's life written by someone else. അപ്പോൾ ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും മനസ്സിലായല്ലോ. സ്വയം എഴുതുവാണെങ്കിൽ ഓട്ടോബയോഗ്രഫി. അടുത്തതായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. നമ്പർ 1 ഫ്ലഡ്, വെള്ളപ്പൊക്കം. നമ്പർ 2 ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ. ഫ്ലഡ് ആൻഡ് ലാൻഡ് സ്ലൈഡ്. ഫ്ലഡ് ആൻഡ് ലാൻഡ് സ്ലൈഡ്. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 43 പുതിയ വാക്കുകൾ കണ്ടു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 2 കാര്യങ്ങൾ ചെയ്യണം. അസൈൻമെൻറ്റ് നമ്പർ 1, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നത്തെ വാക്ക് അല്ലെങ്കിൽ വാക്കുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം എഴുതുക. അസൈൻമെൻറ്റ് നമ്പർ 2, 70 വയസ്സോ
80, 90, 100 അതിന് മേലെയോ ഒക്കെയുള്ള നിങ്ങളുടെ ബന്ധുവിനെ പറ്റി നിങ്ങൾക്ക് പറയാമല്ലോ. എൻ്റെ ഇന്നാര് ഒരു ഇത്ര വയസ്സുള്ള ആളാണ്. ഒക്ടോജനേറിയൻ ആണെങ്കിൽ മാത്രം ആൻ പറയണം, ബാക്കി എല്ലായിടത്തും എ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് കമൻറ്റിലിടുമല്ലോ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകൾ മിസ് ചെയ്യാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. See you again and please stay safe.